ruchibedhangal. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും രുചിഭേദങ്ങളിലേക്ക് സ്വാഗതം. നെല്ലിക്ക കൊണ്ട് ചോറിന് കഴിക്കാൻ പറ്റിയ നല്ലൊരു അരച്ച് കലക്കിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നെല്ലിക്ക അരച്ച് കലക്കി ഞങ്ങളുടെ പാലക്കാടൻ വിഭവമാണിത്. ഇത് സാധാരണ ഉണ്ടാക്കാറ് മുളകൂഷത്തിന് തൊട്ട് കൂട്ടാനായിട്ടാണ്. സിമ്പിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കൊണ്ട് 10 മിനിറ്റ് പോലും വേണ്ട ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെല്ലിക്ക അരച്ച് കലക്കിക്ക് ഇതേപോലെ നെല്ലിക്ക എടുക്കുക, വൃത്തിയായി കഴുകിയ ശേഷം അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞ് ഇതേപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെക്കുക. ഇനി നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ച നെല്ലിക്ക ഇടാം. പിന്നെ വേണ്ടത് തേങ്ങയാണ്. തേങ്ങയും പച്ചമുളക്, നിങ്ങളുടെ എരിവിനനുസരിച്ച് വേണം പച്ചമുളക് എടുക്കാനായിട്ട്. തേങ്ങ ഒരുപാട് ആവരുത്, കാരണം നെല്ലിക്കയുടെ ടേസ്റ്റാണ് നമുക്ക് കൂടുതലായിട്ട് വേണ്ടത്. പിന്നെ വേണ്ടത് നല്ല പുളിച്ച തൈരാണ്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ എന്താ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് വെണ്ണ പോലെ അരക്കേണ്ട ആവശ്യമില്ല, എന്നാലോട്ട് അരിയും വേണം. അപ്പോൾ ഞാൻ എന്താ അരപ്പ് ചീഞ്ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഒന്ന് ചൂടാവാനേ പാടുള്ളൂ, ഇട്ട് തിളപ്പിക്കരുത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കണില്ല. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ മോരൊഴിച്ചു കൊടുക്കുക. വെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. പിന്നെ ഇത് മെയിനായിട്ട് പറയുകയാണെങ്കിൽ ഒരു സെമി ഗ്രേവി ആയിട്ടുള്ളൊരു കറിയാണ്. കറി എന്ന് പറയാൻ പറ്റില്ല, അരച്ച് കലക്കി. അപ്പോൾ അരച്ച് കലക്കി എപ്പോഴാണ് ഉണ്ടാക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളകൂഷയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണ്. മുളകൂഷയത്തിൽ പ്രത്യേകിച്ച് എരിവും പുളിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അതിനൊന്ന് തൊട്ടുകൂട്ടാനായിട്ടാണ് ഈ അരച്ച് കലക്കി ഉണ്ടാക്കണത്. അപ്പോൾ അതാ ഒന്ന് ചൂടായി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാനത് എടുക്കുകയാണ്. ഇനി അടുത്തത് താളിക്കണം. അതിനായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ എണ്ണ ഒഴിക്കണം. കടുകിടാം, ഉലുവ, കപ്പലമുളക്, കറിവേപ്പില. ഇനി താളിച്ചത് നമുക്ക് ഈ അരച്ച് കലക്കിയിൽ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ സൂപ്പറായിട്ടുള്ള അരച്ച് കലക്കി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഗോഷു അല്ലാതെ ഇത് മെയിനായിട്ട് പ്ലെയിൻ റൈസിൻ്റെ കൂടെ കഴിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഗ്രേവി കൂട്ടാം മോരൊഴിച്ചിട്ട്. അപ്പോൾ കുറച്ചൊന്ന് ലൂസാകുമല്ലോ. അതിൻ്റെ കൂട്ടത്തിൽ ഒരു മെഴുക്കുവരട്ടി ഉണ്ടെങ്കിൽ നമുക്ക് ധാരാളം മതി ഉണ്ണാനായിട്ട്. നമ്മുടെ നാടൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കണം. കാരണം വളരെ സിമ്പിളല്ലേ, അതേ ഇൻഗ്രീഡിയൻസും വേണ്ട, 10 മിനിറ്റ് പോലും വേണ്ട അത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക്, ഷെയർ, പിന്നെ അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു ഓൾ.